വാർത്തകൾ തുടരുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. KPCC നിർദ്ദേശപ്രകാരമാണ് മാധ്യമങ്ങളെ കാണുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ൾക്കിടയിലാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ രാജിവെക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമോ എന്നതിലടക്കം വ്യക്തത വേണ്ടതുണ്ട്. ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഒടുവിൽ മൗനം വെടിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. KPCCയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്നത്. കൃത്യമായ സമ്മർദ്ദം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ടായിരിക്കുമോ ഇപ്പോൾ ഒരു മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? തീർച്ചയായും നേതൃനിരയിൽ നിന്നും വലിയ തരത്തിലുള്ള സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരിക്കുന്നു. കാരണം ഈ 2 മണിക്കൂർ മുമ്പ് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നു. അങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തരത്തില്ലെങ്കിൽ വേറെ തരത്തിലുള്ള ചില ശബ്ദ അതായത് ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വരുന്നു. അത്തരം ഓഡിയോ ക്ലിപ്പുകൾ വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഇങ്ങനെ ഓരോ ഓഡിയോ ക്ലിപ്പുകൾ വരുന്നത് തന്നെ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ദോഷമുണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായ ഒരു നടപടിക്ക് തയ്യാറാവണം. താൻ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാകണം എന്നൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. കാരണം പലപ്പോഴായി താൻ നിരപരാധിയാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു നിയമ നടപടിക്ക് തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യമാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അല്ലാത്ത പക്ഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. എന്തായാലും ഒരു പക്ഷേ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ ന്യായീകരിക്കാനായിരിക്കാം. എന്തായാലും ഒരു വിഭാഗം നേതാക്കളുടെ സമ്മർദ്ദം വളരെ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ രാജിയിലേക്ക് വരെ നീങ്ങാനുള്ള കാര്യവും നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് നേരെയാണ് ഇത്തരം ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു രാജിയിലേക്ക് തന്നെ പോകണം. അത് രാജിവെച്ചതിന് ശേഷം നിലപാടുകൾ കൃത്യമായി അത് ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയതിന് ശേഷം തൻ്റെ നിലപാടുകൾ ശരിയാണെന്ന് വ്യക്തമാക്കിയതിനു ശേഷം തിരിച്ചു വന്നാൽ അതൊരു അഗ്നിശുദ്ധി വരുത്തിയതിന് തുല്യമായിരിക്കും. പിന്നെ കോൺഗ്രസിൽ വലിയ നിലയിൽ തുടരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി കൊടുക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുമോ ഇല്ലയോ എന്നൊക്കെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുമ്പോഴേക്കും കേരളം ഒന്നടങ്കം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി, അതായത് ഈ ആരോപണം വന്നതിന് ശേഷം ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഓരോ പ്രാവശ്യവും വരുന്നത്. ഓരോ സ്ത്രീകളുടെ ഓഡിയോ ക്ലിപ്പുകളാണ് പുറത്തേക്ക് വരുന്നത്. അവർ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടവും സ്ത്രീകളുമായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ മണിക്കൂർ ഇടവിട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം അവർക്ക് ഇതിനൊരു തടയിടുന്നതിനൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിമിതിയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഒരു നേതാവിനെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചിരുന്നു ശക്തമായ നിലപാട് തന്നെ ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു സമ്മർദ്ദം തന്നെ ആയിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നത്? ചിലപ്പോൾ ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി ആയിരിക്കാം, അല്ലെങ്കിൽ തന്റെ രാജിയായിരിക്കാം അദ്ദേഹം പ്രഖ്യാപിക്കുക. അപ്പോൾ ഈ ഒരു VD സതീശന്റെ ഈ ഒരു നിലപാട് തന്നെ ആയിരിക്കില്ലേ ഇപ്പോൾ ഈ മാധ്യമങ്ങളെ കാണാൻ, അല്ലെങ്കിൽ ഈ ഒടുവിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് രാഹുലിനെ കൊണ്ടെത്തിച്ചത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം നീങ്ങിയ ഒരു യുവ നേതാവായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു യൂത്ത് ബ്രിഗേഡ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ PC വിഷ്ണു, അതിനൊപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ ആളുകളൊക്കെ ചില നിർണായകമായ ഇലക്ഷൻ സമയത്തൊക്കെ ഇവരെല്ലാം ഒറ്റക്കെട്ടായി നീങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ VD സതീശന് പോലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അവമതിപ്പുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ ആരോപണം ഉന്നയിച്ച സിനിമാ നടി. ആ പെൺകുട്ടിയെ പിതൃതുല്യനായി കാണുന്ന ഒരു മനുഷ്യനാണ് VD സതീശൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പെൺകുട്ടി പരാതി ആർക്കും നൽകിയിട്ടില്ല എന്ന നിലപാടാണ് കോൺഗ്രസും
AICCയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് അത് തള്ളി പറയുന്നുണ്ട്. പരാതിയുടെ കാര്യത്തിൽ കുറിച്ചൊക്കെ ആലോചിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും KPCC നേതൃത്വമോ AICC നേതൃത്വമോ ഇത്തരത്തിൽ ഒരു പരാതി കിട്ടിയതിനെക്കുറിച്ചോ പരാതി ലഭിച്ചതിനെക്കുറിച്ചോ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതിയും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എത്ര ഒരു പരിധിക്കപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിക്ക് ആവില്ല. അതും ഓരോ മണിക്കൂറിൽ ഇടവിട്ടാണ് ഇത്തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു പക്ഷേ പാർട്ടി ഒരു നിലപാടിലേക്ക് എത്തിക്കാണും. ഒന്നുകിൽ ഇതിനെ പ്രതിരോധിക്കാൻ ശക്തനാവുക, അല്ലെങ്കിൽ രാജിവെച്ച് പിന്മാറുക. ഇതിലേതാണ് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും. ഒരു പക്ഷേ പ്രതിരോധിക്കാനാണെങ്കിൽ മാധ്യമപ്രവർത്തകർ നിരത്തുന്ന ചോദ്യങ്ങൾക്ക് വളരെയധികം വലിയ തരത്തിൽ മറുപടി പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന് അത്തരത്തിൽ നിരവധിയായ ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഓരോ ദിവസവും വ്യത്യസ്തമായ ഓഡിയോ സന്ദേശങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാട് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് കോൺഗ്രസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരിച്ചു വരാൻ, അത് സംസ്ഥാനത്തേക്ക് പാർട്ടിക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഒരുങ്ങുന്ന വേളയിലാണ് ഒരു യുവ നേതാവ് തന്നെ പഠിക്കൽ കുടമിട്ടുടക്കുക എന്ന തരത്തിൽ ഒരു ആരോപണത്തിൽ ചെന്നുപെട്ടിരിക്കുന്നത്. ഇത് ഒരു ചെറിയ കുറ്റമായി പാർട്ടിക്ക് കാണാൻ കഴിയത്തില്ല, പാർട്ടി നേതാക്കന്മാർക്ക് കാണാൻ കഴിയില്ല. അത്രയധികം പാർട്ടിയെ കഴിഞ്ഞ രണ്ട് ടേമായിട്ട് വലിയ പരാജയത്തിലായി കിടന്ന പാർട്ടിയെ ഒറ്റക്കെട്ടായി വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. രാജ്യസമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കുമോ എന്ന കാര്യങ്ങളിലടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുങ്ങുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നതാണ്.